ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒമാനിൽ വന്നതിൻ്റെ പിറ്റേ ദിവസമുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് കിച്ചൺ കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ പത്തിരിയും ബീഫൊക്കെ കഴിച്ചിട്ട് അങ്ങനെ അടുക്കള ക്ലീൻ ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാട്ടോ. കുറച്ച് ബിരിയാണിയിലിടുന്ന ആ ഇല, തുളസിൻ്റെ ഇല, കറ്റാർവായ അങ്ങനത്തെ ഒന്നും ഇവിടെ ഉണ്ടാവുമോ നോക്കട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ എടുത്തു പോകുന്നതാണ്. പിന്നെ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന ഫ്രൂട്ട്സും ചക്കയും അങ്ങനത്തെ കേട്ടോ, മാങ്ങ, ചക്ക അങ്ങനെയൊക്കെയാണ്. ഇത് നമ്മൾ കുക്കറിൻ്റെയും മിക്സിയുടെ ഒക്കെ കവറാളും അങ്ങനെയൊക്കെ ജസ്റ്റ് പാത്രങ്ങളൊക്കെ കയറ്റി വെച്ചതാണ്. പിന്നെ പഴം ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എണ്ണ അതൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ. ഈ വലിപ്പിൽ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, അതേപോലെ സാമ്പാർ പൊടി അങ്ങനത്തെ ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ശരിക്കും ആക്കിയിട്ടില്ല. അതൊക്കെ നമുക്ക് ഇനി ജസ്റ്റ് കുപ്പിയിലാക്കാണ്ട് അതങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇന്നലെ രാത്രി അങ്ങനെ കുറേയൊക്കെ ലെവലാക്കിയപ്പോൾ അങ്ങനെ വെച്ചതാണ്. അപ്പോൾ നമുക്കത് രാവിലെ തന്നെ ചായയിൽ തുടങ്ങും. അപ്പോൾ ഞാനത് ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഫോണ് കയ്യിൽ പിടിച്ചിട്ട് എടുക്കണത്. ഞാൻ അതിൻ്റെ ഇതൊന്നും കൊണ്ടുവന്നിട്ടില്ല, സ്റ്റിക്കൊന്നും കൊണ്ടുവരാതെ പോന്നിട്ടുള്ളത്. അപ്പോൾ കയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ കുറച്ചൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനൊരു ഗ്ലാസ് ചായയും ഒരു ബിസ്ക്കറ്റും കഴിക്കരുത്. ബിസ്ക്കറ്റ് നമ്മൾ നാട്ടിൽ നിന്നും മക്കൾക്ക് വാങ്ങിക്കൊടുത്തതിനും ബ്രദർ എയർപോർട്ടിൽ നിന്ന് കഴിക്കാൻ, എയർപോർട്ടിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്ക് അതൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് കഴിച്ചാൽ കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോവുകയാണ്. രാവിലെ 8:30 ആയിട്ടുണ്ട്. ആ സമയത്ത് ഡ്യൂട്ടിക്ക് പോകട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് വീഡിയോ എടുത്താണ്. നമ്മളിപ്പോൾ നമ്മളെ ബിൽഡിങ്ങിൽ 3-ാം നിലയിൽ 3 നില 4 നിലയൊക്കെ ഉണ്ട് തോന്നുന്നു. അതിൽ 2-ാം നിലയിലാട്ടോ ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ അടുത്തൊക്കെ അറബികളൊക്കെയാണ്, മലയാളീസൊന്നുമില്ല. ഈ ഫ്ലാറ്റിൽ ഒക്കെ അറബികളാണ്. അപ്പം നമുക്ക് സംസാരിക്കാനൊന്നും മലയാളീസൊന്നും ഇല്ല കേട്ടോ. ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് പരിചയമില്ലായിട്ട് ആക്കാരം. അപ്പോൾ ഹസ്ബൻഡ് പോണ വീഡിയോ ജസ്റ്റ് എടുത്തുന്നുള്ളൂ. പിന്നെ നമുക്ക് കുക്കിംഗ് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നമ്മൾ ഇന്നലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാട്ടോ ഇതൊക്കെ മോന് കഫം കെട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തുളസി അങ്ങനത്തെ ഒക്കെ എടുത്ത് പോകുന്നതായിരുന്നു. മാങ്ങ ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റിയ കേട്ടോ. പിന്നെ ഇന്ന് മുരിങ്ങയും ഉണക്കമീനും അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കായിരുന്നു, പപ്പടമൊക്കെ. അപ്പോൾ ഞാൻ ചോറ് ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതവിടെ തിളക്കുന്നുണ്ട്. അപ്പോൾ ഇനി പയറ് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പയറുപ്പേരിയും മുരിങ്ങക്കറിയും പപ്പടം ഉണക്കമീനും പൊരിക്കാമെന്ന് കരുതി. അപ്പോൾ മുരിങ്ങയൊക്കെ വീട്ടിൽ നിന്ന് ഉമ്മയും നാത്തൂനും കൂടി നോക്കിയൊക്കെ പാക്ക് ചെയ്ത് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പയറൊക്കെ അരിഞ്ഞതിന് ശേഷം അങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായി ഇതാവട്ടോ. അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണിട്ടോ. പക്ഷെ ഇന്ന് പാത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പാത്രങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. ഹസ്ബൻഡിന് ടൈമില്ലാത്തതുകൊണ്ട് വാങ്ങിയിട്ടുമില്ല. ഇനി വന്നിട്ട് എന്താ വെച്ചാൽ വാങ്ങാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇതായിരുന്നു. അപ്പോൾ നമ്മളൊരു കുക്കറിലാട്ടോ എല്ലാതും ഉണ്ടാക്കുന്നത്. കറിയും പപ്പടം പൊരിക്കലും മീൻ പൊരിക്കലും ഉപ്പേരിയും ഒക്കെ ഒരു കുക്കറിലാണ്. അപ്പോൾ ഞാൻ ചോറ് ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ എന്നാൽ കഞ്ഞിവെള്ളം എടുത്ത് വെക്കുകയാണ് മുരിങ്ങക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി കുക്കറിലാണ് ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ റെസിപ്പി മൊത്തം കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഒരു കുക്കറാണ് ഉള്ളത്. പിന്നെ വേറെ പാത്രങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. അപ്പം ഇനി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ഉണ്ണിയപ്പം കഴിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഉമ്മ കൊടുത്തയച്ചതിന് ഉണ്ണിയപ്പം. അപ്പോൾ ചോറ് ഊറ്റാൻ വേണ്ടിയിട്ട് ഓട്ടപാത്രം നമ്മൾ സിങ്കിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ട് ഇതാവുമ്പോൾ നമുക്ക് ഭയങ്കര റിസ്ക് അല്ലേ. അപ്പോൾ പയറ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പയറ് വെന്തിട്ടുണ്ട്. പയറ് നമുക്ക് കുക്കറിൽ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഒരൊറ്റ വിസിൽ വന്നാൽ പെട്ടെന്ന് നമ്മൾ ആ വിസിലിൻ്റെ ആവി കളഞ്ഞിട്ട് എടുത്താൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് പയറിൻ്റെ ഇത് ഉണ്ടാക്കാം കേട്ടോ. സമയവും ലാഭമാണ്. ഒരുപാട് നേരം നമുക്ക് ഗ്യാസ് കത്തിക്കും വേണ്ട, പെട്ടെന്നാവുമല്ലോ. ഞാൻ പയറ് തോമിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ നിന്ന് പയർ ഒഴിവാക്കിയിട്ടുണ്ട് വേറൊരു പാത്രത്തേക്ക്. എന്നിട്ട് ആ കുക്കറിൽ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളിലേക്ക് ഇട്ട് നമുക്ക് പയർ ഇനി തോമിച്ചെടുക്കാം കേട്ടോ. പല ഭാഗത്തേക്കും പല മോഡലിക്കാം അല്ലേ. പയർ തോമിക്കണതിന് പകരം കടുകറുക്കുക അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് മുന്നേ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവർ അങ്ങനെ ചെയ്തിരുന്നു. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഒരു ടേസ്റ്റും തോന്നിയിരുന്നില്ല. നമുക്കിങ്ങനെ തോമിച്ച് കഴിക്കുന്ന ആ ടേസ്റ്റൊന്നും അങ്ങനെ തോന്നിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പയറുപ്പേരി ഞാൻ തോമിച്ചിട്ടുണ്ട്, അതും റെഡി ആയിട്ടുണ്ട്. അതാ ചോറും പയറുപ്പേരി ഞാനൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങാക്കറി ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് വേണം പപ്പടം പൊരിക്കാനും അതുപോലെ നമുക്ക് മീൻ പൊരിക്കാനൊക്കെ കേട്ടോ. അപ്പം കുക്കറ് വീണ്ടും കഴുകി അടുപ്പത്ത് വെച്ച് ഉള്ളിയൊക്കെ അതാ തോമിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഞ്ഞിൻ്റെളൊക്കെ ഒഴിച്ച് നമുക്ക് മുരിങ്ങാക്കറി ഉണ്ടാക്കണം. ഞാൻ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്ക് ജസ്റ്റ് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല, കുറച്ചൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് ഇടയ്ക്ക് വീഡിയോൻ്റെ ഒരു ഇരുട്ട് പോലെ തോന്നിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഓറഞ്ച് കഴിക്കരുത്, കഞ്ഞിവെള്ളം തിളച്ച് വരണമല്ലോ. അപ്പോൾ ഒരു ഓറഞ്ച് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ.
അപ്പോൾ നമ്മൾ മുരിങ്ങയൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ അപ്പോൾ നമ്മൾ മുരിങ്ങ ഇട്ടിട്ട് ഇനി ഒന്ന് വേവിച്ചെടുക്കണം. ഓവർ കുക്കിംഗ് ഈ മുരിങ്ങക്കറിക്ക് ആവശ്യമില്ലല്ലോ. ആ ഇലേൻ്റെ ഒരു ഫ്രഷ്നെസ് കിട്ടും വേണം. അങ്ങനെ ഓവർ കുക്കായാൽ അതിൻ്റെ ടേസ്റ്റും പോകും, വിറ്റാമിൻസും കുറയും. അപ്പോൾ ഞാനിപ്പോൾ കറി ആയിട്ടുണ്ട്. ഇനി ആ കുക്കർ ഞാൻ കറി ആയതിന് ശേഷം ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഉണക്കമീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് തോല് പൊളിക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉണക്കമീൻ പൊരിക്കണം ഈ കുക്കറിൽ തന്നെ. അതിൻ്റെ മുന്നേ പപ്പടം പൊരിക്കണം. മക്കൾക്ക് ഉണക്കമീൻ ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷെ അവർക്ക് ചില സമയത്ത് ഉണക്കമീൻ വലിയൊരു പിടുത്തമില്ല. പക്ഷെ നമ്മൾ ഈ മുരിങ്ങക്കറിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പപ്പടം കൂട്ടി കഴിക്കണമല്ലോ. എന്നാൽ പപ്പടം പൊരിക്കരുത്. അപ്പോൾ ആദ്യം പപ്പടം പൊരിച്ചിട്ട് ബാക്കി എണ്ണയിൽ നമുക്ക് മീൻ പൊരിക്കരുത്, അല്ലെങ്കിൽ സ്മെല്ലടിക്കായിരിക്കും. അപ്പോൾ പപ്പടം അങ്ങനെ ചെറുതാക്കി ചെറിയ പീസുകളാക്കിയിട്ടാട്ടോ എടുത്തിട്ടുള്ളത്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് പപ്പടം പൊരിക്കണ കാണാൻ. മക്കൾക്കൊക്കെ ഒന്നങ്ങനെ പൊരിക്കണ ഇഷ്ടം, എനിക്കിങ്ങനെ പീസാക്കി പൊരിക്കണത് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ എല്ലാം പൊരിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൽ തന്നെ മീനും പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കുക്കർ ഉണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് അധികം പാത്രത്തിനൊന്നും നമുക്ക് പരത്താതെ ഒരു കുക്കറിൽ തന്നെ എല്ലാം ഉണ്ടാക്കാമെന്ന് ഞാൻ ഇവിടെ വന്നിട്ട് മനസ്സിലാക്കി കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിൽ ഉപ്പേരിക്ക് ഒരു പാത്രം, കറിക്ക് വേറൊരു പാത്രം, മീൻ പൊരിക്കുക വേറൊരു പാത്രം, പപ്പടം പൊരിക്കുക വേറൊരു പാത്രം, ഒരുപാട് പാത്രങ്ങൾ പരക്കുകയും ചെയ്യും. അതൊക്കെ കഴുകി വെക്കും വേണം. ഇതാകുമ്പോൾ നല്ല ഈസി ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. എല്ലാം ഒരു പാത്രത്തിൽ തന്നെ ആയതുകൊണ്ട് അതിങ്ങനെ ഒഴിച്ചിട്ട് വേറെ ചെറിയ പാത്രങ്ങളിലാക്കിയാൽ മതി. എന്തായാലും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മുമ്പ് ഈ പാത്രങ്ങൾ കൊണ്ടൊന്നും മുന്നിൽ വെക്കില്ല, ഒക്കെ വെവ്വേറെ പാത്രങ്ങളാക്കിയിട്ടാണല്ലോ മുന്നിൽ വെക്കുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ കറി ഞാൻ വെച്ച് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കളർ മാറ്റം വന്നു കേട്ടോ ഇലക്ക്. പക്ഷേ ടേസ്റ്റിനും ഇതിനൊന്നും ഒരു വ്യത്യാസമൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അപ്പം എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്, അടുക്കളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്